മണ്ണാർക്കാട് നബീസ കൊലക്കേസിൽ പ്രതികളായ ദമ്പതികൾക്ക് ജീവപര്യന്തം ഒന്നാം പ്രതി ഫസീലയ്ക്കും ഭർത്താവ് ബഷീറിനും ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചു. നോമ്പുകഞ്ഞിയിൽ വിഷം കലർത്തി മുത്തശ്ശിയെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. വിശദാംശങ്ങളുമായി ഇപ്പോൾ പ്രസാദ് കാളിദാസൻ ചേരുന്നുണ്ട്. കാളിദാസ്, 2016 നടന്ന ഒരു സംഭവം, ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസിൽ ഒരു വിധി ഉണ്ടാകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ ഈ കേസിൽ വാദിച്ചത്? വിശദാംശങ്ങൾ എന്താണ്? ഹരിത, വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും 1 വർഷം നീണ്ട വിചാരണയ്ക്കും ഒടുവിൽ മണ്ണാർക്കാട് കൊല്ലപ്പെട്ട നബീസയ്ക്ക് നീതി ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോൾ ആ ഒരു കേസിലെ ഒന്നാം പ്രതിയായ ഫസീലയ്ക്കും രണ്ടാം പ്രതിയായ ഫസീലയുടെ ഭർത്താവ് ബഷീറിനും ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 2 ലക്ഷം രൂപ പിഴയും കൂടി ഒടുക്കാൻ വേണ്ടി കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ ശിക്ഷാവിധിക്കൊടുവിൽ ഇത്തരത്തിലൊരു വിധിയിലേക്കാണ് കടന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വാദങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ വധശിക്ഷയിലേക്ക് വരെ നീങ്ങാവുന്നൊരു സാഹചര്യം കൂടി, അല്ലെങ്കിൽ അത്രയുമധികം ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും എല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും ഈ ദമ്പതികൾക്ക് ഒരു മകനുണ്ട് എന്നുള്ളൊരു പരിഗണനയിൽ ഈ ഒരു വധശിക്ഷ എന്നുള്ളത് ഇപ്പോൾ ജീവപര്യന്തമായി കുറഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒന്നാം പ്രതിയായ ഫസീലയ്ക്കും രണ്ടാം പ്രതിയായ ബഷീറിനും ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും എന്നുള്ള ഒരു ശിക്ഷയിലേക്ക് കോടതി എത്തിയത്. മണ്ണാർക്കാട് പ്രത്യേക കോടതിയാണ് ഈ ഒരു ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഹരിത സൂചിപ്പിച്ച പോലെ തന്നെ 2016 ജൂൺ 23-നായിരുന്നു കേസിനാസ്പദമായ ഈ ഒരു കൊലപാതകം നടന്നത്. ഈ ദമ്പതികൾ താമസിച്ചിരുന്ന വീട്ടിലേക്ക്, നോമ്പ് കാലമായിരുന്നു, ദമ്പതികൾ താമസിച്ചിരുന്ന വാടക വീട്ടിലേക്ക് ബഷീറിൻ്റെ മുത്തശ്ശിയായ നബീസയെ ക്ഷണിച്ചു. പിന്നീട് ആദ്യം തരിക്കഞ്ഞി കൊടുത്തു, നോമ്പ് കഞ്ഞി കൊടുത്തു. അതിൽ വിഷം ചേർത്തിരുന്നു. എന്നാൽ അത് അത്രത്തോളം ഏൽക്കുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാകാം പിന്നീട് ചീരക്കറിയിലും വിഷം ചേർത്ത് കൊടുക്കുകയായിരുന്നു. പിന്നീട് മൃതദേഹം ചാക്കിൽ കെട്ടി മാറ്റുകയായിരുന്നു. ഈ ആദ്യഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ ഈ ഒരു കേസിൻ്റെ അന്വേഷണം തുടങ്ങിയ സാഹചര്യങ്ങളിലെല്ലാം ഈ ഫസീലയുടെ ഭർത്താവായിട്ടുള്ള, അതായത് ഒന്നാം പ്രതി ഫസീലയുടെ ഭർത്താവായിട്ടുള്ള ബഷീർ വളരെയധികം സഹകരണത്തോടെ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോടൊപ്പം നിന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ഒരു സംശയവും ഈ 2 വ്യക്തികളിലേക്കും പോകുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ നിന്ന് കിട്ടിയ ഒരു മരണക്കുറിപ്പിൽ നിന്നാണ് ഈ കേസിൽ ഒരു വഴിത്തിരിവാകുന്നത്. അല്ലെങ്കിൽ ആ ഒരു മരണക്കുറിപ്പാണ്, നബീസയുടേത് എന്ന് പറയുന്ന ഒരു മരണക്കുറിപ്പ് ലഭിച്ചതാണ് കേസിൽ വലിയൊരു വഴിത്തിരിവ് സംഭവിച്ചത്. കാരണം എഴുത്തും വായനയും അറിയില്ലായിരുന്നു ഈ ഒരു കൊല്ലപ്പെട്ട നബീസയ്ക്ക്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇത്തരത്തിൽ എഴുത്തും വായനയും അറിയാത്ത ഒരാൾ ഈ ഒരു മരണക്കുറിപ്പ് എഴുതി എന്നുള്ള ഒരു സംശയത്തിൻ്റെ പുറത്താണ് പിന്നീട് ഈ കേസ് വലിയ രീതിയിലേക്ക് ബഷീറിലേക്കും അതേപോലെ തന്നെ ഭാര്യ ഫസീലയിലേക്കുമൊക്കെ എത്തിയത്. പിന്നീട് തുടർന്ന് സാഹചര്യ തെളിവുകൾ കൂടി, ആദ്യഘട്ടത്തിൽ സാക്ഷികളില്ലായിരുന്നു. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിന്നീട് 35 സാക്ഷികളെ വിസ്തരിച്ചു. അതേപോലെ തന്നെ ശാസ്ത്രീയ തെളിവുകളാണ് ഇതിൽ ഏറ്റവും അധികം നിർണായകമായത്. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പൂർണ്ണമായും വിധി ഇത്തരത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നുകൂടി പറയാം. എന്തായാലും 8 വർഷം മുമ്പ് നടന്ന കൊലപാതകമാണ്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും 1 വർഷം നീണ്ട വിചാരണകൾക്കുമൊടുവിൽ ഇപ്പോൾ മണ്ണാർക്കാട് നബീസ കൊലപാതകത്തിൽ ഒന്നാം പ്രതിയായ ഫസീലയ്ക്കും രണ്ടാം പ്രതിയായ ബഷീറിനും ജീവപര്യന്തം തടവ് ശിക്ഷയും അതേപോലെ തന്നെ 2 ലക്ഷം രൂപ പിഴയൊടുക്കാനും വിധി വന്നിരിക്കുകയാണ്. ഹരിത. ശരി, കാളിദാസാണ് വിശദാംശങ്ങൾ നൽകിയത്.